എല്ലാവർക്കും +2 എക്കണോമിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദേശീയ വരുമാനം കണക്കാക്കുന്ന 3 രീതികളെ കുറിച്ചിട്ടാണ്. 8 മാർക്കിന് ചോദിക്കുന്ന ഒരു മാക്രോ എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ദേശീയ വരുമാനം കണക്കാക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികളെക്കുറിച്ച് 3 രീതികളാണുള്ളത്. ആ 3 രീതികളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് കിടക്കാം. വളരെ സിമ്പിളാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്, ശ്രദ്ധിക്കാത്തടത്തോളം കാലം ടഫായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 3 രീതിയിലാണ് ദേശീയ വരുമാനം നമുക്ക് കണക്കാക്കാൻ പറ്റുക. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ്. രണ്ടാമത്തത് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. മൂന്നാമത്തത് ഇൻകം മെത്തേഡ്. ഇതിന് ഒരു ഭാഗം പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു ഭാഗം നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. എന്താണ് ഡിസ്കസ് ചെയ്യേണ്ടത്? ഒരു സോപ്പാണ്. ആ സോപ്പ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റാണ്, അല്ലേ? പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റിൻ്റെ ദേശീയ വരുമാനം കണക്കാക്കാൻ നമുക്ക് അതിന് വന്ന ചിലവുകളെ കണക്കാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേശീയ വരുമാനം പെട്ടെന്ന് കണക്കാക്കാം. പക്ഷേ എന്നാൽ വാല്യൂ ആഡഡ് മെത്തേഡ് അനുസരിച്ച് ദേശീയ വരുമാനം കണക്കാക്കുന്ന സമയത്ത് ഈ ഒരു സോപ്പ് നിർമ്മിക്കാൻ എടുത്ത കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. അഥവാ സോപ്പ് പൊടിയാണെങ്കിൽ സോപ്പ് പൊടി, അതുപോലെ തന്നെ കറൻറ്റ്, അതുപോലെ തന്നെ വാട്ടർ, ലേബർ തുടങ്ങിയിട്ടുള്ള ഇൻപുട്ടുകൾ ഉണ്ടാവും. ആ ഇൻപുട്ടുകൾ വേറൊരു സ്ഥാപനത്തിൻ്റെ ഫൈനൽ ഗുഡ്സ് ആയിരിക്കും. അത് മനസ്സിലാക്കണം. ഈ ഒരു സോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ ഗുഡ്സ് ആണ്. ആ ഫൈനൽ ഗുഡ്സിൻ്റെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വന്ന കുറച്ച് കാര്യങ്ങൾ, സോപ്പ് പൊടി, ഈ ഒരു സോപ്പ് പൊടി നിർമ്മിച്ച ഏതെങ്കിലും ഒരു സ്ഥാപനം, എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് സോപ്പ് പൊടി നിർമ്മിച്ചത് എങ്കിൽ ആ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ആ സോപ്പ് പൊടി എന്താണ്? ഫൈനൽ ഗുഡ്സ് ആണ്. എന്നാൽ നമ്മളിത് എന്താണ്? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്, അന്തരാള ഉൽപ്പന്നമാണ്. അപ്പം നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമയത്ത് അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് ദേശീയ വരുമാനം കണക്കാക്കുന്ന സമയത്ത് എന്തുകൂടി ചെയ്യണം? ഈ ഇന്റർമീഡിയറ്റ് ഗുഡ്സിനെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതിനാണ് വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ കറന്റ് എന്ന് പറയുന്നത് അതൊരു ചെലവാണ്. ആ കറന്റ് ഉൽപ്പാദിപ്പിക്കുന്ന KCB എന്ന് പറയുന്നത് ആ ഒരു KCB ഇതിലെ ഏറ്റവും ഫൈനൽ ഗുഡ്സ് ആണെന്ന് പറയുന്നത് കറന്റ് ആണ്. നമ്മളൊക്കെ എന്താണ്? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ വാട്ടർ ആയാലും എന്ത് കാര്യങ്ങളായാലും നമുക്ക് ഇന്റർമീഡിയറ്റ് ഗുഡ്സുകളാണ്. എന്നാൽ ആ ഒരു പ്രൊഡ്യൂസ് ചെയ്ത അഥവാ പൊടി ആയാലും മറ്റു കറന്റ് വാട്ടറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഫൈനൽ ഗുഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് കൂടി കണക്കാക്കുന്നതാണ് വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്നാൽ സോപ്പിന്റെ മാത്രം ദേശീയ വരുമാനം കണക്കാക്കുകയാണെങ്കിൽ അത് പ്രൊഡക്റ്റ് മെത്തേഡ് അനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് കാണാനുള്ളത് അഥവാ ഒരു സ്ഥാപനം ഉൽപ്പാദിപ്പിച്ച സാധന സേവനങ്ങൾ അതിൻ്റെ ഫൈനൽ ഗുഡ്സിനെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതെങ്കിൽ അത് പ്രൊഡക്റ്റ് മെത്തേഡാണ്. എന്നാൽ വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഉൽപ്പാദക സ്ഥാപനം ഉൽപ്പാദിപ്പിച്ച സാധന സേവനങ്ങൾ അതിൻ്റെ ഇന്റർമീഡിയറ്റ് ഗുഡ്സിനെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതെങ്കിൽ അതിനാണ് വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് Q ഈക്വൽ ടു അഥവാ ഫൈനൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഈക്വൽ ടു P ഇൻറ്റു Q കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? പ്രൊഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് ദേശീയ വരുമാനം കണക്കാക്കാൻ പറ്റും. ഓക്കെ. അഥവാ എങ്ങനെ കാണുക? ഉദാഹരണത്തിന് ഒരു സ്ഥാപനം 10 രൂപയുടെ അഥവാ RS 10 രൂപയാണ്. ക്വാണ്ടിറ്റി എത്രയാണ്? 100 ആണ്. അല്ലെങ്കിൽ 1 രൂപയാണ് ഒരു സാധനത്തിൻ്റെ വില, 100 ആണ് അവരെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ദേശീയ വരുമാനം കണക്കാക്കാൻ എന്താ? 1 ഇൻറ്റു 100 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 100 ആണ് അവിടുത്തെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെയാണ് പ്രൊഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് ദേശീയ വരുമാനം കാണാം. ഫൈനൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കാണാനുള്ള ഇക്വേഷൻ P ഇൻറ്റു Q ആണ്. ഓക്കെ. ഇനി വാല്യൂ ആഡഡ് മെത്തേഡ് അനുസരിച്ച് വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയുന്നത് അത് നമുക്ക് പറയാം GVA എന്നാണ്. GVA അഥവാ ഗ്രോസ് വാല്യൂ ആഡഡ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്തു? ഗ്രോസ് കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡ് മെത്തേഡ് അനുസരിച്ച് നമ്മൾ കാണുക. ഗ്രോസ് വാല്യൂ ആഡഡ് മെത്തേഡ് അനുസരിച്ച് കാണാനുള്ള ഇക്വേഷൻ Q മൈനസ് Z ആണ്. Q എന്ന് പറയുന്നത് ഫൈനൽ ഔട്ട്പുട്ടിൻ്റെ Q അഥവാ ഫൈനൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് Z എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്നാണ്. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് അന്തരാള ഉൽപ്പന്നം. അതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയപ്പെടുന്ന GVA അഥവാ ഗ്രോസ് വാല്യൂ ആഡഡ് കിട്ടും.
ഇതാണ് അതിൻ്റെ തിയറി എന്ന് പറയുന്നത്. ഇനി ഇത് എന്ത് ചെയ്യാണ്, നമുക്കൊരു പ്രോബ്ലത്തിലൂടെ എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് പറയാൻ പോകുന്നത്. ഒരു സമ്പത്ത് വ്യവസ്ഥയിൽ ഒരു കർഷകൻ 50 കിലോ ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചു. കിലോ നിരക്കിൽ 5 രൂപ നിരക്കിൽ എന്ത് ചെയ്തു, മില്ലുടമക്ക് ആ കർഷകൻ വിറ്റു. മില്ലുടമ അത് പൊടിച്ച് 5 രൂപ നിരക്കിൽ ബേക്കറിക്കാരന് വിറ്റു. ബേക്കറിക്കാരൻ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ബ്രെഡ് ഉണ്ടാക്കി. ആ ബ്രെഡ് എന്ത് ചെയ്തു, 10 രൂപ നിരക്കിൽ കച്ചവടക്കാർക്ക് വിൽപ്പന നടത്തി. ആ കച്ചവടക്കാരൻ എന്ത് ചെയ്തു, അത് നല്ല രീതിയിൽ പാക്കൊക്കെ ചെയ്ത് എന്ത് ചെയ്തു, 20 രൂപ നിരക്കിൽ ഉപഭോക്താവിന് വിറ്റു. ജീവിയെ കാണുക, ഗ്രോസ് വാല്യൂ ആഡഡ് കാണുക എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാണ്, സിമ്പിളായിട്ടൊന്ന് എഴുതി എടുക്കുന്നുണ്ട്. ഒരു കർഷകൻ എത്രയാണ്, 50 കിലോ ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചു. 5 രൂപ നിരക്കിൽ ആർക്ക് വിൽക്കുകയാണ്, മില്ലുടമക്ക് വിറ്റു. മില്ലുടമ എന്ത് ചെയ്തു, 50 കിലോ തന്നെയാണ്. 50 കിലോ മില്ലുടമ എന്താ ചെയ്യുന്നത്, 8 രൂപ നിരക്കിൽ ആർക്ക് വിൽക്കുകയാണ്, ബേക്കറിക്കാരന് വിറ്റു. ബേക്കറിക്കാരൻ എന്ത് ചെയ്തു, 8 രൂപ നിരക്കിലാണ് വാങ്ങുന്നതെങ്കിലും ആർക്ക് വിൽക്കുകയാണ്, 10 രൂപ നിരക്കിൽ ആർക്ക് വിറ്റു, കച്ചവടക്കാർക്ക് വിറ്റു. കച്ചവടക്കാർക്ക് വിറ്റിട്ട് എന്ത് ചെയ്തു, കച്ചവടക്കാരൻ അത് ചെയ്ത് നല്ല പാക്കൊക്കെ ചെയ്ത് 20 രൂപ നിരക്കിൽ ആർക്ക് വിറ്റു, ഉപഭോക്താവിന് അഥവാ കൺസ്യൂമറിന് വിറ്റു. ജീവിയെ കാണുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് എഴുതി. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ അവിടെ താഴെ തന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് നന്നായിട്ട് വായിക്കുക. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ തരിക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അത് സിമ്പിളായിട്ട് ഒരു ടേബിൾ നമ്മൾ ഉണ്ടാക്കണം. ആ ടേബിൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒന്നാമത് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ. നെയിം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ടേബിൾ. ക്യൂ, അതുപോലെ പ്രൈസ്. ക്യൂ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി. ക്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ക്യൂ എന്ന് പറയുന്നത് ഫൈനൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. സെഡ് അഥവാ ഇന്റർമീഡിയറ്റ്സ് പ്രൊഡക്ട്സ്. പിന്നെ ഉള്ളത് ജീവിയെ കാണാൻ Q - Z ആണ് കാണുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ടേബിൾ ഉണ്ടാക്കുക. ഈ ടേബിളിൽ നിന്ന് ഓരോന്ന് നമ്മൾ എഴുതണം. ഓക്കെ, നമുക്ക് കർഷകനുണ്ട്, മില്ലുടമുണ്ട്, ബേക്കറിക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്, കൺസ്യൂമർ ഉണ്ട്. ഇതിൽ ആരൊക്കെയാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകനും മില്ലുടമയും ബേക്കറിക്കാരനും കച്ചവടക്കാരനും പ്രൊഡ്യൂസറാണ്. കൺസ്യൂമർ എന്തല്ല, പ്രൊഡ്യൂസർ അല്ല, കാരണം ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കർഷകൻ എപ്പോഴാണ് പ്രൊഡ്യൂസർ ആയത്, കർഷകൻ ഉൽപ്പാദിപ്പിച്ച സാധനം മില്ലുടമക്ക് വിറ്റു പ്രൊഡ്യൂസറായി. മില്ലുടമ എന്ന് പറയുന്നത് അവിടെ കൺസപ്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മില്ലുടമ എന്തല്ല, പ്രൊഡ്യൂസർ അല്ല. നേരെ തിരിച്ചാൽ എന്ത് ചെയ്തു, 50 രൂപയുടെ സാധനം 8 രൂപക്ക് പൊടിച്ചിട്ട് എന്ത് ചെയ്തു, ബേക്കറിക്കാരന് വിൽക്കുകയാണ്. ബേക്കറിക്കാരന് വിൽക്കുന്നതോട് കൂടിയിട്ട് എന്തായി, മില്ലുടമ പ്രൊഡ്യൂസറായി. ഓരോരുത്തർ പ്രൊഡ്യൂസറായി മാറാണ്. അവസാനം കൺസ്യൂമർ എന്ത് ചെയ്തു, അത് നല്ല രീതിയിൽ പാക്കൊക്കെ നന്നായിട്ട് മോഡിഫൈ ചെയ്ത് നല്ല ഡിസൈൻ ചെയ്തിട്ട് എന്ത് ചെയ്തു, വേറെ കൺസ്യൂമേഴ്സിന് വിറ്റു. എങ്കിൽ ഈ കൺസ്യൂമർ ആരാണ്, പ്രൊഡ്യൂസറാണ്. പക്ഷേ ഈ കൺസ്യൂമർ എന്ത് ചെയ്തു, 20 രൂപക്ക് വാങ്ങിയതെങ്കിൽ പോലും ഉപയോഗപ്പെടുത്താൻ വേണ്ടി അഥവാ കൺസപ്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ കൺസ്യൂമർ എന്തല്ല, പ്രൊഡ്യൂസർ അല്ല. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആരൊക്കെയാണ്, ഒന്നാമത് കർഷകൻ. ആ കർഷകൻ ഉൽപ്പാദിപ്പിച്ച പ്രൊഡക്റ്റ് എന്താണ്, ഗോതമ്പ് അല്ലേ, ഫസ്റ്റത്തെ ഗോതമ്പല്ലേ. ആ ഗോതമ്പ് എത്ര രൂപക്കാണ് വിൽക്കുന്നത്, 5 രൂപ നിരക്കിലാണ് വിൽക്കുന്നത്. ക്വാണ്ടിറ്റി എത്രയാണ്, 50 ആണ് ക്വാണ്ടിറ്റി. അപ്പോൾ 5 × 50 അഥവാ P × Q കാണാനുള്ള ഇക്വേഷൻ P × Q എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ P × Q എത്രയാണ്, 250. അപ്പോൾ Z, ഈ ഒരു കർഷകൻ 50 കിലോ ഗോതമ്പ് 5 രൂപക്ക് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ കർഷകന് വേറൊന്നും ചെലവൊന്നും വന്നിട്ടില്ല. അഥവാ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്തായി, 0 ആയി അല്ലേ. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ആ കർഷകന് വേറെ എന്തെങ്കിലും ചെലവ് വരുന്നുണ്ടെങ്കിലാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഇവിടെ കൊടുക്കേണ്ടുള്ളൂ. പക്ഷേ ഈ കർഷകൻ 50 കിലോ 5 രൂപക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വേറെ ഒരു ചെലവ് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ 0 കൊടുത്തു. അപ്പോൾ ജീവി എന്തായിരിക്കും, ജീവിയെ കാണാൻ Q - Z ആണ്. Q - Z അഥവാ 250. ഓക്കെ, അടുത്ത പ്രൊഡ്യൂസർ ആരാണ്,
കർഷകൻ കഴിഞ്ഞു. കർഷകൻ കഴിഞ്ഞാൽ മില്ലുടമയാണ്. മില്ലുടമ അത് എന്താ, ആ പ്രൊഡക്റ്റിൻ്റെ പേരെന്താ? കർഷകൻ ഉൽപ്പാദിപ്പിച്ച സാധനം മില്ലുടമയ്ക്ക് വിറ്റു. മില്ലുടമ എന്താണ്? ഗോതമ്പ് പൊടിയായിട്ടാണ് വിൽക്കുന്നത് അല്ലേ? പൊടിച്ചിട്ട് ഗോതമ്പ് പൊടി മില്ലുടമക്ക് ഗോതമ്പ് പൊടിയായിട്ടാണ് നമ്മളെ കയ്യിലുള്ള മില്ലുടമയുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വരുന്നത്. അത് എത്ര രൂപയാണ്? 8 രൂപ നിരക്കിലാണ്. എത്രയാണ് ക്വാണ്ടിറ്റി? 50 കിലോ തന്നെ, അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ 8 × 50 400 എന്ന് കിട്ടും. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എത്രയാണ്? 0 എന്ന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, 0 അല്ല. കാരണം എന്താ? ഈ ഒരു മില്ലുടമ 50 കിലോ 8 രൂപയുടെ ഈ ഒരു ഗോതമ്പ് പൊടി പ്രൊഡ്യൂസ് ചെയ്തത് ഏതിൽ നിന്നാണ്? ഈ മുമ്പുണ്ടായിരുന്ന കർഷകൻ്റെ നിന്ന് വാങ്ങിയ 50 കിലോ 5 രൂപയുടെ ആ ഒരു ഗോതമ്പ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് മില്ല് പൊടി ഉണ്ടാക്കി വിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു മില്ലുടമയുടെ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു കർഷകൻ ഉൽപ്പാദിപ്പിച്ച ഗോതമ്പിൽ നിന്നാണ് എന്താണ് ചെയ്യുന്നത്? പൊടി ഉണ്ടാക്കുന്നത്. അപ്പോൾ എത്രയാണ്? 250 കൊടുക്കാനുള്ള കാരണം ഈ ഒരു ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഇവിടുത്തെ ഫൈനൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ടിനെയാണ് ഇവിടെ 250 ആയിട്ട് ഇവിടെ കൊടുത്തത്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടല്ലോ? ഒന്നുകൂടി പറയാം. ഈ ഒരു ഇന്റർമീഡിയറ്റ് ഗുഡ്സ് അഥവാ ഗോതമ്പ് പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മില്ലുടമക്ക് ഏതിൽ നിന്നാണ് അവർ ഗോതമ്പ് പൊടി ഉണ്ടാക്കിയത്? കർഷകൻ്റെ നിന്ന് വാങ്ങിയിട്ടുള്ള 5 രൂപക്ക് വാങ്ങിയിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റിൽ നിന്നാണ്, ഗോതമ്പ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിൽ നിന്നാണ് ഈ മില്ലുടമ എന്ത് ചെയ്യുന്നത്? ഗോതമ്പ് പൊടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് 250 ആണ്. അപ്പോൾ GB എങ്ങനെ കാണാം? Q - Z 400 നിന്ന് 250 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 150. ഓക്കെ, അടുത്തത് മില്ലുടമ കഴിഞ്ഞു. അടുത്ത ബേക്കറിക്കാരൻ എന്താണ് ചെയ്യുന്നത്? ഗോതമ്പ് പൊടി കഴിഞ്ഞ് ബ്രെഡാണ്. ബ്രെഡ് അത് എത്ര രൂപക്കാണ്? 10 രൂപക്കാണ്. ക്വാണ്ടിറ്റി എത്രയാണ്? 50 തന്നെയാണ് ക്വാണ്ടിറ്റി. അപ്പോൾ 10 × 50 500. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എത്രയാണ്? 250 ആണോ? അല്ല. ഈ ഒരു ബേക്കറിക്കാരൻ ബ്രെഡ് ഉണ്ടാക്കിയത് മില്ലുടമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഗോതമ്പ് പൊടി ഉപയോഗപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഗോതമ്പ് പൊടിയുടെ ഇതെന്താണ്? 400. ഫൈനൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആയിട്ടുള്ള 400 ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ 500 400 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 100. അടുത്തത് ബേക്കറിക്കാരൻ കഴിഞ്ഞാൽ കച്ചവടക്കാരൻ എന്താണ് ചെയ്യുന്നത്? ബ്രെഡ് തന്നെയാണ്. അതെന്ത് ചെയ്തു? പാക്ക് ചെയ്ത ബ്രെഡ് അത് എത്ര രൂപക്കാണ്? 20 രൂപ നിരക്കിലാണ് ആർക്ക് വിൽക്കുന്നത്? കൺസ്യൂമറിന് വിൽക്കുന്നത്. എത്രയാണ് ക്വാണ്ടിറ്റി? 5 തന്നെ. അപ്പോൾ 1000. 20 × 50 1000. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എത്രയാണ്? 500. എങ്ങനെ കിട്ടി? ഈ ഒരു പാക്ക് ചെയ്ത ബ്രെഡ് ഉണ്ടാക്കിയത് എവിടെ നിന്നാണ്? ബേക്കറിക്കാരിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗപ്പെടുത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ 500 1000 നിന്ന് 500 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 500. അപ്പോൾ കഴിഞ്ഞു. ഇതോട് കൂടിയിട്ട് നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ എഴുതി വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ടേബിൾ ഉണ്ടാക്കി GDP അഥവാ ദേശീയ വരുമാനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദേശീയ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച സാധന സേവനങ്ങളുടെ അന്തിമ മൂല്യത്തിനാണ് എന്ത് പറയുക? GDP എന്ന് പറയുന്നത്. ഈ GDP = ഇതായിരിക്കും σ/N/GVA = ഇത് മൊത്തം കൂട്ടുക. എത്ര? 250 150 400 400 500 500 500 1000 എന്നായിരിക്കും. ഈ 1000 തന്നെ, ഇത് ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാൻ വേണ്ടിയിട്ട് 1000 തന്നെ ആയിരിക്കും. കച്ചവടക്കാരൻ അവസാനമായിട്ടുള്ള പ്രൊഡ്യൂസർ, ഈ ഒരു ചോദ്യത്തിലെ അവസാനത്തെ പ്രൊഡ്യൂസറാണ് കർഷകൻ എന്ന് പറയുന്നത്. കർഷകൻ്റെ ഫൈനൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ടാണ് 1000. ആ 1000 തന്നെ ആയിരിക്കും GB ആയിട്ട് 1000 വരുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് σN എന്ന് കൊടുക്കാൻ കാരണം? GB എന്ന് പറയുന്നത് എല്ലാ ഒരു പ്രൊഡ്യൂസേഴ്സിനെയാണ് ഇവിടെ എന്ത് ചെയ്തത്? σN എന്ന് കൊടുത്തത്, എണ്ണത്തിനെ സൂചിപ്പിച്ചത്. σN എന്ന് പറഞ്ഞാൽ എല്ലാ പ്രൊഡ്യൂസേഴ്സിൻ്റെയും GB എന്ന് പറയുന്നത് 1000 എന്നായിരിക്കും. ഇങ്ങനെയാണ് വാല്യൂ GVയെ കാണുന്ന രീതി എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. Q എങ്ങനെ കാണുക, Z എന്താണ്, അതുപോലെ തന്നെ GVയെ കാണാനുള്ള ഇക്വേഷൻ. ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റ് മെത്തേഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ദേശീയ വരുമാനം കണക്കാക്കാനുള്ള രണ്ടാമത്തെ രീതിയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ച് ദേശീയ വരുമാനം കണക്കാക്കാനുള്ള സമവാക്യം എന്ന് പറയുന്നത് C+I+G+X-M എന്നാണ്. ഓക്കെ, ദേശീയ വരുമാനം കണക്കാക്കാനുള്ള ഒരു ഇക്വേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്.
ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു രീതി എങ്ങനെയാണ് ഇത് ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉൽപ്പാദക സ്ഥാപനം, ആ ഉൽപ്പാദക സ്ഥാപനത്തിന് വരുന്ന 4 മേഖലകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ 4 മേഖലകൾക്കും വരുന്ന ചെലവുകൾ, ആ ചെലവുകളെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അപ്പോൾ ചെലവിനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ദേശീയ വരുമാനം കണക്കാക്കുക എന്ന് പറയുന്ന ഒരു ചോദ്യം പ്രസക്തമാണ് അല്ലേ. ഞാൻ ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ 50,000 രൂപ എനിക്ക് സാലറി, ആ സാലറി ഉള്ള വരുമാനം ഞാൻ എന്ത് ചെയ്തു, വരുമാനം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇൻകമിൻ്റെ ദേശീയ വരുമാനം, ഇൻകം ടാക്സ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. മറിച്ച് ഞാൻ എന്ത് ചെയ്തു, അരി വാങ്ങി, പഞ്ചസാര വാങ്ങി, എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചർ വാങ്ങി, മറ്റുള്ള റെൻറ്റ് കൊടുത്തു, ലോൺ കൊടുത്തു, എല്ലാ കാര്യങ്ങളും കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ എൻ്റെ ചെലവുകളാണ് അല്ലേ. ആ ചെലവുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദേശീയ വരുമാനം കണക്കാക്കാൻ പറ്റും. അഥവാ ഇൻകം മെത്തേഡ്, അഥവാ എൻ്റെ കയ്യിലുള്ള 50,000 ആണെങ്കിലും 50,000-ൻ്റെ അതേ വരുമാനം തന്നെ, ദേശീയ വരുമാനം തന്നെ ആയിരിക്കും, GDP തന്നെ ആയിരിക്കും എക്സ്പെൻഡിച്ചർ മെത്തേഡിലും വരുന്നുണ്ടാകുക. കാരണം രണ്ടും സെയിം ആണ്, എക്സ്പെൻഡിച്ചറും ഇൻകവും സെയിം ആയതുകൊണ്ട് നമ്മൾ രണ്ടിലും വ്യത്യസ്ത രീതിയിൽ പറയുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ച് എന്ന് പറയുന്നത് ഒരു ഉൽപ്പാദക സ്ഥാപനം, ആ ഉൽപ്പാദക സ്ഥാപനത്തിന് ഈ 4 മേഖലകളിൽ നിന്ന് വരുന്ന ചെലവുകളെ കാൽക്കുലേറ്റ്, അത് എടുത്തുകൊണ്ട് ചെലവ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് എന്താ പറയുക, എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ 4 മേഖലകളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. 2 മാർക്കും ചോദിക്കും എന്ന് പറഞ്ഞിട്ടുള്ള 4 മേഖലകളൊന്നും എഴുതിയെടുക്കുന്നുണ്ട്. ഒന്ന് ഹൗസ് ഹോൾഡ്, 2 ഫേം, 3 ഗവൺമെൻറ്, 4 എക്സ്റ്റേണൽ സെക്ടർ. എന്താണ് ഈ എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറഞ്ഞാൽ? അഥവാ എക്സ്പോർട്ട് ഇമ്പോർട്ടാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ 4 മേഖലകളാണ് നമുക്കുള്ളത് അല്ലേ. എക്സ്റ്റേണൽ സെക്ടർ. അപ്പോൾ ഈ 4 മേഖലകളാണ് ഉള്ളത്. അപ്പോൾ ആ 4 മേഖലകളിൽ നിന്ന് വരുന്ന ചെലവുകൾ ആർക്ക് വരുന്ന, ഒരു സ്ഥാപനത്തിന് വരുന്ന ഒരു ചെലവ്. നമ്മളൊരു സ്ഥാപനത്തിന് പേരിട്ടു, എന്താ പേര്, എൽ എന്ന് പേരിട്ടു, അഥവാ ലുലു മാൾ. എൽ എന്ന് പറയുന്ന സ്ഥാപനം ലുലു മാളാണ്. അതിന് നമ്മൾ എന്ത് എൽ എന്നുള്ള പേരിട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ എൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഈ എൽ എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഹൗസ് ഹോൾഡിൽ വരുന്ന ചെലവിനെ, ലുലു മാൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് ഹൗസ് ഹോൾഡിൽ നിന്ന് വരുന്ന ചെലവിനെ നമ്മൾ എന്ത് പറയും, സി എന്ന് പേര് പറയും. ഓക്കെ. അഥവാ ഈ മറ്റേ എൽ എന്ന് പറയുന്ന സ്ഥാപനം ഉൽപ്പാദിപ്പിച്ച സാധന സേവനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ഹൗസ് ഹോൾഡിന് വരുന്ന ചെലവിനെ സി, ജസ്റ്റ് ഒരു എൽ എന്ന് ഇട്ട് കൊടുക്കുക, സി എൽ എന്ന് നമ്മൾ പേരെടുത്തു. അതേമാതിരി ലുലു മാൾ ഉൽപ്പാദിപ്പിച്ച സാധന സേവനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫേമിന് വരുന്ന ചെലവിനെ നമ്മൾ എന്ത് പറയും, ഐ എൽ എന്ന് പേരെടുത്തു. ഓക്കെ. അടുത്തത് ലുലു മാൾ ഉൽപ്പാദിപ്പിച്ച സാധന സേവനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് വരുന്ന ചെലവിനെ ജി എൽ എന്ന് പേരെടുത്തു. ഓക്കെ. ഇനി ലുലു മാൾ ഉൽപ്പാദിപ്പിച്ച സാധന സേവനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എക്സ്റ്റേണൽ സെക്ടറിന്, അഥവാ വിദേശ രാജ്യങ്ങളിലേക്ക് വന്ന ചെലവിനെ എന്ത് പറയും, അവിടെ എക്സ് എൽ എന്ന് പറയും. ഓക്കെ. നമുക്കിപ്പോൾ സി ഇവിടെ കിട്ടി അല്ലേ, സി ഇവിടെ എഴുതി, ഐ ഇവിടെ എഴുതി, ജി എഴുതി, പ്ലസ് എക്സും എഴുതി. എന്താണ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം സൂചിപ്പിക്കുന്നത് ഇമ്പോർട്ടിനെയാണ്. എക്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് ലുലു മാൾ ഉൽപ്പാദിപ്പിച്ച സാധന സേവനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതിപ്പോൾ, ലുലു മാൾ ഉൽപ്പാദിപ്പിച്ച സാധന സേവനങ്ങൾ എക്സ്പോർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ ചെലവിനെയാണെന്ന് പറയാം എക്സ് എൽ എന്ന് പറയുന്നത്. നേരെ തിരിച്ച് എം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇമ്പോർട്ട് എന്തൊക്കെ രീതിയിൽ വരും? സി എം വരും, അതുപോലെ തന്നെ ഐ എം വരും, ജി എം വരും, എക്സ് എം വരില്ല. കാരണം എന്താ, എക്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, എക്സ്പോർട്ടാണ്.
അല്ലേ? എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ഉൽപ്പാദക സ്ഥാപനം, ഞാനിവർ ഉൽപ്പാദക സ്ഥാപനം ലുലു മാൾ എന്ന് പറയുന്നത് എൻ്റെതാണെന്ന് സങ്കല്പിക്കുക. ആ സ്ഥാപനം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഉൽപ്പാദിപ്പിച്ച സാധന സേവനങ്ങൾ ഞാൻ എന്ത് ചെയ്തു, എക്സ്പോർട്ട് ചെയ്തു. വിദേശ സൗദി അറേബ്യക്കോ UAE-യിലേക്കോ എന്ത് ചെയ്തു, എക്സ്പോർട്ട് ചെയ്തു. ആ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് അവിടെ ചിലവ് വരുന്നത്? ആ വിദേശ രാജ്യങ്ങൾക്ക് വരുന്ന ചിലവാണ് അവിടെ കൂട്ടുക. അല്ല, എനിക്ക് ചിലവ് വരുന്നില്ല. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ചിലവില്ല. അപ്പോൾ നേരെ തിരിച്ച് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആർക്ക് ചിലവാണ്? എനിക്ക് ചിലവാണ്. അപ്പോൾ ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CM, എനിക്ക് ആവശ്യമായ സാധന സേവനം, അതായത് കുടുംബത്തിലേക്ക് വേണ്ട സാധന സേവനങ്ങൾ എന്ത് ചെയ്യാണ്, ഗൾഫിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് CM ആണ്, അല്ലേ? IM എങ്ങനെ വരിക? ഞാനൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. ആ സ്ഥാപനത്തിലേക്ക് ആവശ്യമായ മെറ്റീരിയൽസ്, ഒരു മെഡിക്കൽ സ്റ്റോറാണ് ഞാൻ നടത്തുന്നത്. ആ മെഡിക്കൽ സ്റ്റോറിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ത് ചെയ്യണം, മരുന്നുകൾ, മെഡിസിൻസുകളൊക്കെ എന്ത് ചെയ്യണം, വിദേശത്തുള്ള അമേരിക്കയിലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ആ സ്ഥാപനത്തിന് IM ആണ് പറയുക. ആ സ്ഥാപനത്തിന് വരുന്ന ചിലവാണ്. അപ്പോൾ ഇതിന് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഇവിടെ കൊറോണ വന്നു, കൊറോണക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിന് ഇവിടെ ഒന്നും ഇന്ത്യയിലില്ല എങ്കിൽ മറ്റു വിദേശ രാജ്യത്ത്, അമേരിക്ക പോലുള്ള വിദേശ രാജ്യങ്ങളിൽ ഉണ്ട് എങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്തു, അവിടെ ഇമ്പോർട്ട് ചെയ്യും. ആ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് അവിടെ ചിലവ് വരിക? ഗവൺമെൻറ്റിനാണ് അവിടെ ചിലവ് വരിക. ആ ഗവൺമെൻറ്റിന് വരുന്ന ചിലവിനെ GM എന്ന് പറയും. ഓക്കെ, ഈ GM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നേരെ തിരിച്ച് XM എന്താണ് പറയാത്തത്? ഞാനൊരു സ്ഥാപനം ഉൽപ്പാദിപ്പിച്ചു, അവരെന്ത് ചെയ്തു, നമ്മളെ സ്ഥാപനം ഇമ്പോർട്ട് ചെയ്തു. ആ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കാണ് ചിലവ് വരിക, അല്ലേ? അവർക്ക് ചിലവ് വരുന്ന സാധനം നമ്മളിവിടെ ഉൾപ്പെടുത്തേണ്ട. കാരണം നമ്മൾ ഇന്ത്യൻ എക്കണോമിയിലെ ദേശീയ വരുമാനം കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോഴാണ് അവിടെ XM ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, നേരെ തിരിച്ച് നമ്മൾ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ XM കൊടുക്കേണ്ട ആവശ്യം ഇല്ല. കാരണം നമുക്ക് അവരുമായിട്ട് അവരെന്ത് ചെയ്തു, ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ, നമ്മളെ കയ്യിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുമായി ബന്ധപ്പെട്ടതാണ്, നമുക്ക് ഈ വരുമാനമാണ്. അപ്പോൾ XI എന്ന് നമ്മൾ കൊടുക്കുന്ന സമയത്ത്, XL നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉൽപ്പാദിപ്പിച്ച സാധനം നമ്മൾ വിദേശ രാജ്യത്തേക്ക് ഉൽപ്പാദിപ്പിക്കുമ്പോൾ, അവർക്ക് കയറ്റുമതി ചെയ്യുന്ന സമയത്ത് അവർക്ക് വരുന്ന ചിലവ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇൻകവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു സാധനമാണ്. അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ M നമ്മൾ കണ്ടു. അപ്പോൾ അതാണ്. C നമ്മൾ നേരത്തെ കണ്ടത് I ഹൗസ് ഹോൾഡിന് വരുന്ന ചിലവ്, G എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് വരുന്ന ചിലവ്, X എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സെക്ടർ അഥവാ എക്സ്പോർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് വരുന്ന ചിലവ്, മൈനസ് അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഇമ്പോർട്ടിൻ്റെ കാര്യം മൈനസ് ചെയ്യുക. ഇതൊക്കെ പ്ലസ് ആണ് ചെയ്തത്. ഇമ്പോർട്ട് ചെയ്യാനുള്ള കാരണം നമുക്ക് ഉള്ള സാധനത്തിൽ നിന്ന് കുറവാണ് വരുന്നത്, അല്ലേ? വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്മളെ ചിലവാണ്. ചിലവായതുകൊണ്ടാണ് ഇവിടെ മൈനസ് കൊടുക്കാനുള്ളത്. -M ഇത് മൊത്തം കൂട്ടിയിട്ടുള്ളത്. അഥവാ M എങ്ങനെ കാണുക? CM + IM + GM. ഇങ്ങനെയാണ് ദേശീയ വരുമാനം കാണാനുള്ള. അഥവാ GDP = C + I + G + X - M. എങ്ങനെയാണ് കാണുക? നമുക്കിതിൽ ഒന്നുകൂടി വിട്ടുപോയ സാധനമുണ്ട്, ഡിപ്രിസിയേഷൻ. എന്താണ് NDP? GDP അവിടെ പറഞ്ഞു. ഇനി NDP എന്താണ്? GDPൻ്റെ ഫുൾ എന്താ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നായിരുന്നു. എന്നാൽ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എങ്ങനെ കാണുക? GDP - ഡിപ്രിസിയേഷൻ. എന്താണ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ഥാപനം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരു മെഷീനറി ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ആ മെഷീനറിക്ക് എന്ത് ചെയ്യും, തേയ്മാനം സംഭവിക്കും. ആ തേയ്മാനമാണ് ഇവിടെ ഡിപ്രിസിയേഷനായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ GDPയെ NDP ആക്കാൻ എന്ത് ചെയ്താൽ മതി? GDPയെ NDP ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ NDP കാണാൻ, NDP = GDP - ഡിപ്രിസിയേഷൻ. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യന് ചെയ്യാം. ഗവൺമെൻറ് ഇമ്പോർട്ട് 700, ക്യാപിറ്റൽ ഗുഡ്സ് ഇമ്പോർട്ട് 800, കൺസപ്ഷൻ ഗുഡ്സ് ഇമ്പോർട്ട് 1000, ഗവൺമെൻറ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ 3000, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് 4000, എക്സ്പോർട്ട് ഇൻകം 5000, കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ 12000, ഡിപ്രിസിയേഷൻ 500. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, ഇത് ഏത് മെത്തേഡാണെന്നുള്ളത് നമ്മളൊന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണിക്കില്ല. മറിച്ച് നമ്മൾ മനസ്സിലാക്കണം അത് എക്സ്പെൻഡിച്ചർ മെത്തേഡാണെന്ന് മനസ്സിലാക്കണം. എങ്ങനെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ച് എന്ന് മനസ്സിലാക്കുക? എക്സ്പെൻഡിച്ചറുകളാണ് വരിക. ഇതിൽ എക്സ്പെൻഡിച്ചറുകളാണ് വരുന്നത്. ഓക്കെ, ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ വരുന്നത് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ മാത്രമേ വരുള്ളൂ. അത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡ് പറഞ്ഞു, എക്സ്പെൻഡിച്ചർ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം മെത്തേഡ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഓക്കെ ആവും. ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ക്വസ്റ്റ്യനിൽ പറയപ്പെടുന്ന
സി ഏതാണ്, ഐ ഏതാണ്, ജി ഏതാണ്, എക്സ് ഏതാണ്, എം ഏതാണ്, അതുപോലെ തന്നെ സി എം ഏതാണ്, അഥവാ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഈക്വൽ ടു സി എം ഏതാണ്, ഐ എം ഏതാണ്, ജി എം ഏതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നോക്കുക, ഗവൺമെൻറ് ഇമ്പോർട്ട്, ഗവൺമെൻറ് എന്ത് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എം അല്ലേ, ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ആണ് അല്ലേ, ഇമ്പോർട്ടിനെ സൂചിപ്പിക്കുന്നത് എം ആണ്. അപ്പോൾ ഏതിൻ്റെ എം ആണ്, ഗവൺമെൻറ്റിന് വരുന്ന ചിലവ്. അപ്പോൾ അത് ഏതാണ്, ഇവിടെ എഴുതി കൊടുക്കുക, ബ്രാക്കറ്റിൽ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക, എന്താണ്, ജി എം ആണ്. ഓക്കെ, അടുത്തത് ക്യാപിറ്റൽ ഗുഡ്സ് ഇമ്പോർട്ട്. ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതിലാണ് പെടുക, ക്യാപിറ്റൽ എന്ന് പറയുന്നത് അഥവാ ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിലുമായി ബന്ധപ്പെട്ടാണ് അല്ലേ, ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ്, ഒരു സ്ഥാപനത്തിൻ്റെ ചെലവാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് ഇമ്പോർട്ട്, അതായത് ഒരു സ്ഥാപനം നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു സ്ഥാപനം നടത്താൻ വേണ്ടിയിട്ട്, ഇന്ത്യയിലുള്ള ഒരു സ്ഥാപനം നടത്താൻ വേണ്ടിയിട്ട് വിദേശ രാജ്യത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ ആർക്ക് വരുന്ന ചിലവാണ്, ഒരു സ്ഥാപനത്തിന് വരുന്ന ചിലവാണ്. അപ്പോൾ സ്ഥാപനത്തിന് വരുന്ന ചിലവിനെ ഐ എന്ന് പറയും, ഇമ്പോർട്ട് ആയതുകൊണ്ട് ഐ എം ആണ്. ഓക്കെ, അടുത്തത് കൺസപ്ഷൻ ഗുഡ്സ് ഇമ്പോർട്ട്. കൺസപ്ഷൻ എപ്പോഴാണ് കൺസപ്ഷൻ നടത്തുക, നമ്മൾ മനസ്സിലാക്കണം. സി എന്ന് പറയുന്ന ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് കൺസപ്ഷനുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അതുപോലെ തന്നെ ഫേം എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. അപ്പോൾ കൺസപ്ഷൻ ഗുഡ്സ് അഥവാ ഉപഭോഗത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു സാധന സേവനങ്ങൾ എന്ത് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ കൺസപ്ഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ സി എന്നാണ്. അപ്പോൾ ഈ ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ സി എം എന്നായി. അടുത്തത് ഗവൺമെൻറ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ്റിന് എന്ത് ചെയ്തു, കൺസപ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് എക്സ്പെൻഡിച്ചർ വന്നു. അപ്പോൾ ഏതാണ്, ജി ആണ്. ഓക്കെ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു സ്ഥാപനത്തിൽ എന്ത് ചെയ്തു, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്ന് പറഞ്ഞാൽ അവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് 4000 ആണ്. ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പറയുന്ന പേരാണെന്ത്, ഐ എന്ന് പറയുന്നത്. ഇനി എക്സ്പോർട്ട് ഇൻകം. ഒരു സാധനം എന്ത് ചെയ്തു, എക്സ്പോർട്ട് ചെയ്തു, ഇന്ത്യയിൽ നിന്ന് മറ്റു വിദേശ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്തു. ആ എക്സ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ് ആണ് അല്ലേ. അപ്പോൾ എക്സ് എന്നുള്ള പേര് കൊടുത്തു. ഇനി കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, നമ്മൾ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാധന സേവനങ്ങൾ എന്ത് ചെയ്തു, ചിലവഴിച്ചു. അപ്പോൾ ഈ സാധന സേവനങ്ങൾ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ആവശ്യം എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡാണ്. ഹൗസ് ഹോൾഡിന് വരുന്ന ചിലവാണ്. ഹൗസ് ഹോൾഡിന് വരുന്ന ചിലവിന് എന്ത് പറയും, സി എന്ന് പറയും. ഓക്കെ, അടുത്തത് ഡിപ്രിസിയേഷൻ, അത് ഡി എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഷോർട്ട് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ദേശീയ വരുമാനം കണക്കാക്കാനുള്ള നോക്കുക. സി എത്രയാണ്, ഇതിൽ സി എത്രയാണെന്ന് നോക്കുക. സി എന്ന് പറയുന്നത് ഇതാണ് സി, എത്രയാണ്, 12000 പ്ലസ് ഐ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 4000 പ്ലസ് ജി ഗവൺമെൻറ്റിന് വന്ന ചിലവ്. ഗവൺമെൻറ്റിന് വരുന്ന ചിലവ് എന്ന് പറയുന്നത് ഗവൺമെൻറ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ 3000 പ്ലസ് എക്സ് അഥവാ എക്സ്പോർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ ചിലവ്. എക്സ്പോർട്ട് ചെയ്തപ്പോൾ അവർക്ക് വന്ന ചിലവ്, എക്സ്പോർട്ട് ഇൻകം എന്ന് പറയുന്നത് 5000 മൈനസ് എം എന്ന് പറയുന്നത് ഇമ്പോർട്ട്. എങ്ങനെ ഇത് ചെയ്യുന്ന സമയത്ത് എം ഈക്വൽ ടു സി എം പ്ലസ് ഐ എം പ്ലസ് ജി എം. ഏതൊക്കെയാണ്, സി എം എത്രയാണ്, സി എം 1000. അതുപോലെ തന്നെ ഐ എം എന്ന് പറയുന്നത് 800. ജി എം എന്ന് പറയുന്നത് 700 ഈക്വൽ ടു 2500. 2500 എന്നുണ്ടാവും, ഇവിടെ 2500 ഈക്വൽ ടു 12000, 4000, 3000, 5000. ആ കിട്ടിയ ഉത്തരത്തെ എന്ത് ചെയ്യുക, കിട്ടിയ ഉത്തരത്തിൽ നിന്ന് 2500 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരത്തിലാണ് 21500. ഓക്കെ, ശരിക്കും ചില ആളുകൾ എന്ത് ചെയ്യും, ആദ്യം എം വന്നിക്കണല്ലോ, ആ എം ഇമ്പോർട്ട് എന്ന് പറയുന്നത് ആദ്യം കാണും. എം ഈക്വൽ ടു സി എം പ്ലസ് ഐ എം പ്ലസ് ജി എം. ഇത് ചെയ്തതിന് ശേഷം ഇത് എഴുതിയാലും കുഴപ്പമില്ല, രണ്ടും ചെയ്യാം. അപ്പോൾ 21500 ഉത്തരം കിട്ടി. ജി ഡി പി ഈക്വൽ ടു എത്രയാണ്, 21500 എന്ന് ഉത്തരം കിട്ടി. അപ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ച് ദേശീയ വരുമാനം കണ്ടത് 21500. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ NDP കൂടി കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഡിപ്രിസിയേഷൻ പറഞ്ഞിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ തന്നിട്ട് GDP കാണുക NDP കാണുക എന്ന് പറയുക. അപ്പോൾ NDP ഈക്വൽ ടു
GDP മൈനസ് ഡിപ്രിസിയേഷൻ. GDP എത്രയാണ്? 21,500 മൈനസ് ഡിപ്രിസിയേഷൻ എത്ര? 500 ഈക്വൽ ടു 21,000. ഇങ്ങനെയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ച് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഓക്കെ, ദേശീയ വരുമാനം കണക്കാക്കാനുള്ള മൂന്നാമത്തെ മെത്തേഡായിട്ടുള്ള ഇൻകം മെത്തേഡ് അനുസരിച്ച് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി. എന്താണ് ഇൻകം മെത്തേഡ്? നമ്മൾ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് പറഞ്ഞിരുന്നു. ആ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സിൻ്റെ ഉടമസ്ഥർക്ക് വരുന്ന വരുമാനം, ഉടമസ്ഥർക്ക് കിട്ടുന്ന വരുമാനത്തിനെ കണക്കാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇൻകം മെത്തേഡ് അനുസരിച്ച് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഓക്കെ, വരുമാന രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ്? ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഈ ലാൻഡിൻ്റെ ഉടമസ്ഥർക്ക് കിട്ടുന്ന വരുമാനം എന്താണ്? റെൻ്റാണ് അല്ലേ? അതുപോലെ തന്നെ ലേബർക്ക് കിട്ടുന്ന അഥവാ തൊഴിലാളിക്ക് കിട്ടുന്ന വരുമാനം എന്താണ്? വേജാണ്. ക്യാപിറ്റൽ കിട്ടുന്ന വരുമാനം എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഓർഗനൈസേഷൻ, ഒരു ബിസിനസ് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വരുമാനം എന്താണ്? പ്രോഫിറ്റ് ആണ്. ഈ 4 ഉൾപ്പെടുത്തിയിട്ടാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അപ്പോൾ റെൻറ്റിനെ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആറിനെയാണ്, വേജിനെ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ W ആണ്, ഇൻട്രസ്റ്റിനെ സൂചിപ്പിക്കുന്നത് IN ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ I മാത്രം കൊടുക്കാതിരിക്കാൻ കാരണം? നമ്മൾ ഇനി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയിൽ ഇൻകം എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ I എന്ന് പറയുന്ന വിഷയം കൊടുക്കുന്നത് അതിൽ നിന്ന് മാറാതിരിക്കാനാണ്. അപ്പോൾ IN എന്ന് പറയുന്നത് കൊടുത്തു. അപ്പോൾ പ്രോഫിറ്റ് എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ P എന്നാണ്. നമ്മൾ ഇൻകം മെത്തേഡ് അനുസരിച്ച് ദേശീയ വരുമാനം കണക്കാക്കാനുള്ള രീതി R + W + IN + P എന്നാണ്. ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വേജ് 2,500, അതുപോലെ തന്നെ റെൻറ്റ് 20,000, പ്രോഫിറ്റ് 10,000, ഇൻട്രസ്റ്റ് 18,000, ഡിപ്രിസിയേഷൻ 500 എന്ന് തന്നിട്ട് നമ്മോട് GDP യും NDP യും കാണുക എന്ന് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളെങ്ങനെ കാണുക? അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് അടുക്കാൻ കൂടുതലായിട്ട് പറയാനില്ല. 6 റെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 20,000 പ്ലസ് W എത്രയാണ്? W 2,500. IN ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 18,000. പിന്നെ വരുന്നത് പ്രോഫിറ്റ് എത്രയാണ്? 10,000 ഈക്വൽ ടു എത്രയാണ്? ഇത് മൊത്തം കൂട്ടി കഴിഞ്ഞാൽ കിട്ടുന്നത് 50,500 എന്ന ഉത്തരം കിട്ടും. ഇതാണ് GDP എന്ന് പറയുന്നത്. ഇൻകം മെത്തേഡ് അനുസരിച്ച് ദേശീയ വരുമാനം കണക്കാക്കാനുള്ള ഉത്തരം എത്രയാണ്? 50,500. അപ്പോൾ GDP NDP ആക്കാൻ NDP ഈക്വൽ ടു GDP മൈനസ് ഡിപ്രിസിയേഷൻ. GDP എത്ര കിട്ടി? 50,500 മൈനസ് 500 ഈക്വൽ ടു 50,000. ഓക്കെ, ഇങ്ങനെയാണ് ഇൻകം മെത്തേഡ് അനുസരിച്ച് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡ് പറഞ്ഞു, എക്സ്പെൻഡിച്ചർ മെത്തേഡ് പറഞ്ഞു, ഇൻകം മെത്തേഡ് പറഞ്ഞു. അപ്പോൾ ഈ 3 മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 8 മാർക്കിന് 100% ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ആയതുകൊണ്ട് നിങ്ങളിത് അത്രക്കും സീരിയസ് ആയിട്ട് ഇതിനെടുക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.